السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد. സ്നേഹമുള്ള ശ്രോതാക്കളെ, നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സന്താന സൗഭാഗ്യം സമ്പൂർണമാകുന്നത് സന്താനങ്ങൾ സൽവൃദ്ധരിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുമ്പോഴാണ്. മാതാപിതാക്കൾക്ക് ഇഹലോകത്ത് കൺകുളിർമയാകുന്ന മക്കൾ, അതുപോലെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും സംരക്ഷണം കൊണ്ടും മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകുന്ന മക്കൾ, മരണശേഷം പ്രാർത്ഥന കൊണ്ടും പരലോകത്ത് ശുപാർശ ചെയ്യൽ കൊണ്ടും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കൾ, അത്തരം സന്താനങ്ങൾ മഹാഭാഗ്യമാണെന്നതിൽ യാതൊരു സംശയവും തന്നെയില്ല. നമ്മുടെ മക്കൾ മറിച്ചായാൽ, ഈ പറഞ്ഞതിന് വിപരീതമായാൽ മഹാദുരന്തവുമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും മരണത്തോടെ മാതാപിതാക്കളെ മറക്കുകയും പരലോകത്ത് വെച്ച് അവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങൾ ഒരിക്കലും മാറരുത്. മാറാതിരിക്കാനുള്ള ശിക്ഷണവും പരിചരണവും നൽകേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നത്, പ്രസവിച്ച് വീഴുന്നത് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള പക്വതയോടുകൂടിയാണ്. തുടർന്ന് അവനെ ജൂതനും ക്രിസ്ത്യാനിയും അക്തിയാരാധകനുമൊക്കെയാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 1290 നമ്പറായ ഹദീസായി പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് സന്താനങ്ങളെ ഇസ്ലാമിക ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുക്കി നിർത്തി പരിപാലിക്കേണ്ടുന്ന ബാധ്യത മാതാപിതാക്കളായ നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ഉത്ബോധനം നൽകുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ സൂക്തമാണ്, വചനമാണ്. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, വിശ്വസിച്ച ജനങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളുക. എങ്ങനെയുള്ള നരകമാണെന്നറിയുമോ? വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് അതിലെ ഇന്ധനം.
അതിലെ കത്തിക്കപ്പെടുന്ന വസ്തുക്കൾ മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായിക്കത്തുൻ ഇലാളുൻ ശിദാദ്, ആ നരകത്തിന്റെ മേലിൽ നോട്ടത്തിനേൽപ്പിക്കപ്പെട്ടത് പരുഷ സ്വഭാവക്കാരും അതിശക്തരുമായ മലായിക്കത്തുകളാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ ഒരിക്കലും വിരുദ്ധം ചെയ്യുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നിങ്ങളെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന ഉത്ബോധനം, ഈ ആയത്തിന്റെ തഫ്സീറിൽ നരകത്തിൽ നിന്ന് കാക്കുക എന്നതിന്റെ അർത്ഥം അറിവും മര്യാദയും പഠിപ്പിക്കുകയും സംസ്കാരമുള്ളവരായി നമ്മൾ നമ്മുടെ മക്കളെയും ഭാര്യന്മാരെയും വളർത്തുകയും ചെയ്യലാണ് എന്ന് വ്യാഖ്യാതാക്കൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവ് മുഖാത്തിൽ റളിയല്ലാഹു തആല അൻഹു ഈ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അൻ യുഅദ്ദിബൽ മുസ്ലിമു നഫ്സഹു വ അഹ്ലഹു വയഉമുറുഹും ബിൽ ഖൈരി വയൻഹാഹും അനിശ് ശർരി. ഒരു മുസ്ലിം സ്വന്തത്തിനും കുടുംബത്തിനും മര്യാദ പഠിപ്പിക്കണം. അതിന്റെ ഭാഗമായി സദാചാരം അവരോട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്നു അവരെ തടയുകയും വേണമെന്ന് ഇമാം റാസി തങ്ങളുടെ ഈ ഹദീസിന്റെ ഈ ഖുർആൻ വചനത്തിന്റെ വ്യാഖ്യാനത്തിലായി പറഞ്ഞതായിട്ട് കാണാം. നമ്മളെ മക്കൾക്ക് അദബ് പഠിപ്പിക്കൽ നമ്മുടെ കടമയാണ്. അല്ലാതിരുന്നാൽ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരോട് പിന്തുടരുകയും ചെയ്താൽ അവരോടൊപ്പം അവരുടെ സന്താനങ്ങളെയും നാം സ്വർഗത്തിൽ ചേർക്കുന്നതാണ്. അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ഒരു കുറവും നാം വരുത്തുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വർഗത്തിൽ അമലുകളെ കൊണ്ട് മാതാപിതാക്കളുടെ സ്ഥാനത്ത് മക്കൾ എത്തിയിട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്കുള്ള ബഹുമതിയായി അവരുടെ കൺകുളിർമയാവാൻ വേണ്ടി, മാതാപിതാക്കൾക്ക് കൺകുളിർമയാവാൻ വേണ്ടി മക്കളെ അല്ലാഹു അവരുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതാണ് എന്ന് ഈ സൂറത്ത് തൂറിലെ 21-ാം ആയത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനത്തിലായി തഫ്സീറുൽ ബഹവിയിലെ 7-ാം വാള്യത്തിലെ 388-ാം പേജിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വിവരിച്ചിട്ടുണ്ട്. തക്രിമത്തൽ ലിആബാഇഹിം ലിതഖിറ ബിദാലിക അയ്യുനുഹും. മാതാപിതാക്കളുടെ കൺകുളിർമയാവാൻ വേണ്ടി മക്കളെ അല്ലാഹു അവരുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ മൂസാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കൊരു കുഞ്ഞ് പിറന്നപ്പോൾ ഞാൻ അവനെയും കൂട്ടി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിലേക്ക് ചെന്നു. അവിടുന്ന് കുട്ടിക്ക് ഇബ്രാഹിം എന്ന് പേര് വെക്കുകയും ഈത്തപ്പഴം ചവച്ചു നൽകുകയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുട്ടിയെ എനിക്ക് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു തരുകയും ചെയ്തു എന്ന ഹദീസ് അദബുൽ മുഫ്രദിലെ 1-ാം വാള്യം 292-ാം പേജിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇക്കും വഅസ്മാഇ ആബായിക്കും ഫഅഹ്സിനൂ അസ്മാഅക്കും. നിശ്ചയം അന്ത്യനാളിൽ നിങ്ങളുടെയും പിതാക്കളുടെയും പേരുകൊണ്ടായിരിക്കും വിളിക്കപ്പെടുക. അതിനാൽ നിങ്ങളുടെ പേരുകൾ നിങ്ങൾ നന്നാക്കുക. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളെ നാമങ്ങളെ വിളിക്കപ്പെടും. വഅസ്മാഇ ആബായിക്കും, നിങ്ങളെ പിതാക്കന്മാരുടെ നാമങ്ങളെയും വിളിക്കപ്പെടും. ആയതുകൊണ്ട് ഫഹ്സിനൂ അസ്മാഅക്കും, നിങ്ങളെ നാമങ്ങൾ നിങ്ങൾ നന്നാക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ പേരുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലയും അബ്ദുറഹ്മാനുമാകുന്നു. ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് നിങ്ങളെ നാമങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. ഇങ്ങനെ അബ്ദു കൊണ്ട് തുടങ്ങുന്ന പേരുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്ന് ബഹുമാനപ്പെട്ട മുജമ്മഉൽ കബീർ എന്ന കിതാബിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുണ്ട്. ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദിബ് ഇബ്നക ഫഇന്നക മസ്ഊലുൻ അൻ വലദിക മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു ഫഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദിബ് ഇബ്നക, നീ നിന്റെ മക്കൾക്ക് മകനക്ക് അദബ് പഠിപ്പിക്കണം, മകനെ നീ അദബ് പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക, തീർച്ചയായും അവനെക്കുറിച്ച് നിന്നോട് ഇങ്ങനെ ചോദിക്കപ്പെടും. ഫഇന്നക, തീർച്ചയായിട്ടും നീ മസ്ഊലുൻ, ചോദിക്കപ്പെടുന്നവനാണ്. അൻ വലദിക, നിന്റെ കുട്ടിയെ കുറിച്ച് ചോദിക്കപ്പെടും. മാതാ അദ്ദബഹു, ആ കുട്ടിക്ക് നീ എന്തദബാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കപ്പെടും. വമാദാ അല്ലംതഹു, ആ കുട്ടിക്ക് എന്താണ് നീ പഠിപ്പിച്ചത്, എന്ത് വിജ്ഞാനമാണ് നൽകിയത് എന്ന് നിന്നോട് ചോദിക്കപ്പെടും. ഫഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക, ആ കുട്ടിയോട് നിനക്ക് ഗുണം ചെയ്തതിനെ കുറിച്ച് ചോദിക്കപ്പെടും. വതവാഇയതിഹി ലക, നിനക്ക് അനുസരിച്ചതിനെ കുറിച്ച്, നിനക്ക് അനുസരിക്കുന്നതിനെ കുറിച്ച് അവനോടും ചോദിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സുനനുൽ കുബ്രയിൽ കാണാം. ആയതുകൊണ്ട് മക്കളെ നാം വളരെ അദബ് പഠിപ്പിച്ച് അദബോടുകൂടെ അവരെ നാം സംരക്ഷിക്കൽ അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖഫ റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് അനന്തരമായി ബാക്കി വെക്കുന്നതിൽ ഏറ്റവും നല്ല 3 കാര്യങ്ങൾ. ഒന്ന്, അസ്സനാഹുൽ ഹസനു, നല്ല പ്രശംസ. മാതാപിതാക്കൾ മക്കൾക്ക് അനന്തരമായി ബാക്കി വെക്കുന്നതിൽ ഏറ്റവും നല്ല 3 കാര്യങ്ങൾ. ഒന്ന്, അസ്സനാഹുൽ ഹസനു, നല്ല പ്രശംസ. 2, വൽ അദബുൻ നാഫിഉ,
ഉപകാരപ്പെടുന്ന മര്യാദ. 3 വല്ലിഖ്വാനു സ്വാലിഹൂൻ, നല്ല കൂട്ടുകാരാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മുഖഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. ഒരു കവി പറയുന്നു, മാതാപിതാക്കൾ മരിച്ചവനല്ല യഥാർത്ഥ അനാഥ, അതവും അറിവും പഠിപ്പിക്കാൻ ആരുമില്ലാത്തവനാണ് യഥാർത്ഥ അനാഥ എന്ന് കവി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയും എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്തും അവന് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്താൽ അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന ഹദീസ് ജാമിഉൽ അഹാദീസ് എന്ന കിതാബിന്റെ 3-ാം പേജിൽ പറഞ്ഞതായിട്ട് കാണാം. ഫസമ്മാഹു മുഹമ്മദൻ ഹുബ്ബൻ ലി വതബറുകം ബിഇസ്മി ഫഇന്നഹു ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അവനും അവൻ പേരുവെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൽസമു ഔലാദക്കും വഅഹ്സിനു ആദാബക്കും. നിങ്ങൾ മക്കളോടൊപ്പം കൂടുക, അവരെ നല്ല അദബ് പഠിപ്പിക്കുക എന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അങ്ങനെ നാം എപ്പോഴും നമ്മുടെ മക്കളെ അദബോടെയും മര്യാദയോടെയും വളർത്തണം. മക്കൾ നമ്മുടെ സൗഭാഗ്യമാണ്, നമ്മുടെ വിലമതിക്കാത്ത അനുഗ്രഹമാണ്. ആയതുകൊണ്ട് മക്കൾ കാരണമായി ഖേദിക്കുന്ന വിഷമിക്കുന്ന രക്ഷിതാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മളെ മക്കള്, നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരോടൊപ്പം റസൂലുള്ളാഹിന്റെ ജിവാറിൽ സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുവാനാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.